കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസ്യുവിലെ വിശ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 40ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ കാണുക അത്യാഗ്രഹത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ അതിനെ തകർത്ത് കളയുന്ന പുണ്യത്തെക്കുറിച്ചാണ്. അത് ചാരിറ്റി അല്ലെങ്കിൽ ഔദാര്യം. ഈ ഒരു പുണ്യത്തിൻ്റെ തലങ്ങളിലേക്ക് വിശ കൊച്ചുത്രേസ്യയോടൊപ്പം നമ്മൾ നീങ്ങുമ്പോൾ അവളെ സ്വാധീനിച്ചിട്ടുള്ളവരിലേക്ക് നമുക്കൊരു ശ്രദ്ധ കൊടുക്കാം. ഒന്നാമതായിട്ട് വിശ ഫ്രാൻസിസ് അസിസിയാണ്. ദരിദ്രരോടുള്ള അദ്ദേഹത്തിൻ്റെ സേവനവും അർപ്പണബോധവും ഔദാര്യത്തെക്കുറിച്ചുള്ള കൊച്ചുത്രേസ്യയുടെ ഗ്രാഹ്യത്തെ ഏറെ ആഴത്തിൽ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് കുരിശിലെ വിശുദ്ധ യോഹന്നാൻ. സ്നേഹത്തെയും ആത്മദാനത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ അവളുടെ ആത്മീയ വീക്ഷണത്തെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമതായിട്ട് പൗലോസ് സ്ലീഹയാണ്. സ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. സ്നേഹം ദീർഘക്ഷമയും ദയവുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ദാനധർമ്മത്തിൻ്റെ അന്തസത്ത നിസ്വാർത്ഥ സ്നേഹമാണെന്ന് കണ്ടെത്തുവാൻ ഈ വചനഭാഗം കൊച്ചുത്രേസ്യയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വിശുദ്ധ മത്തായി ശ്ലീഹ പറയുന്ന കാര്യമാണ് 25-ാം അധ്യായം 40-ാം വാക്യം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. സ്നേഹത്തിൻ്റെ പ്രകടനമെന്ന നിലയിൽ മറ്റുള്ളവരെ സേവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ വാക്യം എടുത്തു കാണിക്കുന്നതായിട്ട് കൊച്ചുത്രേസ്യ മനസ്സിലാക്കി. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ ഈ ഔദാര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ 5 തലങ്ങളായിട്ട് തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ലവ് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ചാരിറ്റി. ഔദാര്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. രണ്ടാമതായിട്ട് ദ ലിറ്റിൽ വേ, അവളുടെ കുറുക്ക് വഴി. മൂന്നാമതായിട്ട് ജനറോസിറ്റി ഓഫ് സ്പിരിറ്റ്, ആത്മാവിൻ്റെ ഔദാര്യം. നാലാമതായിട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ പ്രാധാന്യം. അഞ്ചാമതായിട്ട് സഫറിങ് ആൻഡ് ചാരിറ്റി, സഹനവും ചാരിറ്റിയും. സ്നേഹമുള്ളവരെ, ഈ 5 തലങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒന്നാമതായിട്ട് ലവ് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ചാരിറ്റി. എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മനുഷ്യരാശിയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന സ്നേഹത്തിൽ വേരൂന്നിയതായിരിക്കണമെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ വിശ്വസിച്ചിരുന്നു. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, സ്നേഹമില്ലാതെ പ്രവൃത്തികൾ ഏറ്റവും മികച്ചതുപോലും ഒന്നുമല്ല. അപ്പോൾ അവൾ സ്നേഹത്തിലേക്കാണ് ഊന്നൽ കൊടുക്കുക. ഇതില്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളും ഒന്നുമില്ലാത്തതായി തീരുമെന്ന് പറയുകയാണ്. അവളുടെ അന്തിമ വചസ്സുകൾ ഇങ്ങനെ പറയുന്നു, എനിക്കൊരു വിശുദ്ധയാകണം, എനിക്ക് കഴിയുന്നത്ര സ്നേഹിക്കണം. അവൾ വിശുദ്ധയാകാൻ വേണ്ടി അവൾ കൊടുത്ത ഫോക്കസ് മുഴുവൻ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള യാത്രയാണ്. ഇതിന് രണ്ടാമത്തെ തലമെന്ന് പറയുക ദ ലിറ്റിൽ വേ. ജീവകാരുണ്യത്തോടുള്ള വിനീതമായ സമീപനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദയയുടെയും സ്നേഹത്തിൻ്റെയും ചെറിയ പ്രവൃത്തികൾക്ക് അഗാധമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് കൊച്ചുത്രേസ്യ ഊന്നി പറയുന്നു. അവളുടെ സഹോദരി സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, ചെറിയ കാര്യങ്ങളാണ് ഏറ്റവും പ്രാധാന്യം. സ്നേഹത്തിൻ്റെ ചെറിയ പ്രവൃത്തികളിലാണ് നാം ദൈവത്തെ സേവിക്കുന്നത്. അപ്പോൾ സഹോദരിയോട് അവൾ പറയുകയാണ്, ചെറിയ കാര്യങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം. അതിന് ഊന്നൽ കൊടുത്തിട്ട് അവൾ പറയുകയാണ്,
സ്നേഹത്തിൻ്റെ ചെറിയ പ്രവൃത്തികളിലാണ് നമുക്ക് ദൈവത്തെ സേവിക്കുവാനായിട്ട് സാധിക്കുക. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു, ദയയുടെ ഏറ്റവും ചെറിയ പ്രവൃത്തി പോലും ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അപ്പോൾ നമ്മൾ കാരുണ്യത്തോടു കൂടി ചെയ്യുന്ന ചെറിയ പ്രവൃത്തികളിൽ പോലും ദൈവസ്നേഹം ഇങ്ങനെ നീളിച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുമെന്നാണ് പുണ്യവതി പറയുക. ഇതിൻ്റെ മൂന്നാമത്തെ തലം എന്ന് പറയുക ജനറോസിറ്റി ഓഫ് സ്പിരിറ്റ്, ആത്മാവിൻ്റെ ഔദാര്യം. സമൂഹത്തെയും അനുകമ്പയെയും പരിപോഷിപ്പിക്കുന്നതിൽ ചെറിയ രീതിയിൽ പോലും മറ്റുള്ളവർക്ക് സ്വയം പൂർണ്ണമായി നൽകുന്നതാണ് യഥാർത്ഥ ചാരിറ്റി എന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ പഠിപ്പിക്കുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു, ഔദാര്യം നിങ്ങൾക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ നൽകുന്നു, അഹങ്കാരം നിങ്ങൾക്ക് ആവശ്യമുള്ളതിലും കുറവ് എടുക്കുന്നു. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ തന്നെ പൂർണ്ണമായും ദൈവത്തിനും മറ്റുള്ളവർക്കും സമർപ്പിക്കാൻ ഉദാരമനസ്കയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ദൈവത്തിനും മറ്റുള്ളവർക്കുമായിട്ട് വിട്ടുകൊടുക്കുന്നതിൽ അവൾ അതിനുള്ള അന്തസത്ത കണ്ടെത്തിയിരുന്നത് ഉദാരമനസ്കതയിലാണ്, ഔദാര്യത്തിലാണ്. ഇതിൻ്റെ നാലാമത്തെ തലം എന്ന് പറയുക ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ പ്രാധാന്യം. ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഒരുവനെ പ്രാപ്തനാക്കുന്ന ദയുള്ള ഹൃദയം വളർത്തിയെടുക്കുന്നതിന് പ്രാർത്ഥന അനിവാര്യമാണെന്ന് പുണ്യവതി വീക്ഷിച്ചിരുന്നു. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പ്രാർത്ഥനയിലൂടെ ഞാൻ പഠിക്കുന്നു. അപ്പോൾ യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ ആഴം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് അവൾ ശ്രമിച്ചിരുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിച്ചു വയ്ക്കുന്നു, എല്ലാ ദാനധർമ്മങ്ങളുടെ ഉറവിടം പ്രാർത്ഥനയാണ്. മറ്റുള്ളവരെ സേവിക്കാൻ അത് നമ്മുടെ ഹൃദയം തുറക്കുന്നു. അപ്പോൾ അവരുടെ എല്ലാ സാഹോദര്യ പ്രവർത്തനയും കാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഉറവിടമായിട്ട് കൊച്ചുത്രേസ്യ ദർശിച്ചിരുന്നത് അവളുടെ പ്രാർത്ഥനാ ശൈലിയിലാണ്. എന്നിട്ട് പറയുകയാണ്, മറ്റുള്ളവരെ സേവിക്കുവാനായിട്ട്, സഹായിക്കുവാനായിട്ട്, ചാരിറ്റി കാണിക്കുവാനായിട്ട് ഇത് ഹൃദയത്തെ തുറന്നിടുന്നു എന്ന്. ഇതിൻ്റെ അഞ്ചാമത്തെ തലം എന്ന് പറയുക സഫറിങ് ആൻഡ് ചാരിറ്റി. സ്നേഹത്തെ വളരുവാനും മനസ്സിലാക്കുന്നതിലൂടെയും അനുകമ്പയിലൂടെയും മറ്റുള്ളവരെ സേവിക്കുന്നതിനുമുള്ള അവസരമായി അതിനെ വീക്ഷിച്ചുകൊണ്ട് കൊച്ചുത്രേസ്യ സഹനത്തെ ജീവകാരുണ്യവുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിച്ചു വയ്ക്കുന്നു, എൻ്റെ സഹനങ്ങൾ മറ്റുള്ളവരോടുള്ള എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള അവസരമായിട്ട് ഞാൻ കാണുന്നു. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, സഹനത്തിലൂടെ കഷ്ടപ്പെടുന്നവരുടെ ഹൃദയത്തിലേക്ക് എനിക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അവളുടെ സഹനങ്ങളെ അവർ മറ്റുള്ളവരിലേക്ക് എത്തുവാനുള്ള ഒരു മാർഗമായിട്ട്, മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ഒരു മാർഗമായിട്ട് പുണ്യവതി കാണുന്നു. സ്നേഹമുള്ളവരെ, ഈ 5 തലങ്ങളിലൂടെ യാത്ര ചെയ്ത നമുക്ക് ഇതെങ്ങനെയാണ് ആത്മീയതയും മനഃശാസ്ത്ര തലങ്ങളെയും സാമൂഹ്യ തലങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ളതെന്ന് ചെറുതായിട്ട് ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആത്മീയ തലം. കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ദയയിലൂടെയും ദൈവവുമായി ആഴമേറിയതും കൂടുതൽ സ്നേഹപൂർണ്ണമായ ബന്ധം പിന്തുടരാൻ കൊച്ചുത്രേസ്യയുടെ ടീച്ചിങ്സ് അനേകരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് മനഃശാസ്ത്രപരമായ തലം. സ്നേഹത്തിനും അനുകമ്പയ്ക്കുമുള്ള അവളുടെ ഊന്നൽ മാനസിക ആരോഗ്യത്തിനും ക്ഷേമത്തിനും പരോപകാരത്തിൻ്റെ പ്രയോജനങ്ങൾ തിരിച്ചറിയുന്ന സമകാലിക മനഃശാസ്ത്ര തത്വങ്ങളുമായിട്ട് ഏറെ പൊരുത്തപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമതായിട്ട് സാമൂഹിക തലം. ലളിതവും സ്നേഹനിർഭരവുമായ പ്രവർത്തനങ്ങളോടുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പ്രതിബദ്ധത പരിചരണ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും വ്യക്തികളെ അവരുടെ കമ്മ്യൂണിറ്റികൾക്കുള്ളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ഏറെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ ഈ ഔദാര്യത്തെക്കുറിച്ചുള്ള ആത്മീയതയിൽ ശ്രദ്ധ കൊടുത്ത് നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഒരു ആത്മവിചിന്തനത്തിന് ഇത് ഇടവരട്ടെ. ഒന്നാമതായിട്ട്, എൻ്റെ അനുദിന ജീവിതത്തിൽ ചെറിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ എനിക്ക് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും? രണ്ടാമതായിട്ട്, കൂടുതൽ സ്നേഹവും കാരുണ്യവുമുള്ള ഒരു ഹൃദയം വളർത്തിയെടുക്കുവാൻ പ്രാർത്ഥന എന്നെ സഹായിക്കുന്നത് ഏതെല്ലാം വിധങ്ങളിലാണ്? മൂന്നാമതായിട്ട്, മറ്റുള്ളവരെ നന്നായിട്ട് സേവിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള അവസരമായി എൻ്റെ സ്വന്തം സഹനങ്ങളെ എനിക്കെങ്ങനെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും? നമുക്ക് നമ്മോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കാം. ഈ സമയത്ത് പുണ്യവതിയോട്
നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിരുമനസ്സുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഞങ്ങളെ നീ ദയോടെ തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസ്സിൻ്റെ ആരംഭദശയെ തന്നെ സ്വർഗരാജ്ഞി അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പുണ്യവതി ചാരിറ്റിയുള്ള നല്ല ഔദാര്യമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്കായിട്ട് നീ വാങ്ങിത്തരണമേ. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ ഇഷ്ടദാസിയായ ലിസുവിലെ ചെറുപുഷ്പത്തെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുകയായിരുന്നല്ലോ. അവൾ എത്രമാത്രം ഔദാര്യമുള്ള ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. തീർച്ചയായിട്ടും നിൻ്റെ അനുഗ്രഹമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. നല്ലവനായ കർത്താവേ, ഔദാര്യമുള്ള ഹൃദയം ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിസുവിലെ കൊച്ചുറാണി, നീ മറ്റുള്ളവരെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനായിട്ട്, നീ മറ്റുള്ളവരോട് കരുണ കാണിച്ച പോലെ കരുണ കാണിക്കുവാനായിട്ട് ഞങ്ങളെയും പ്രചോദിപ്പിക്കണമേ. പ്രാർത്ഥനയുടെ ആഴത്തിലൂടെ സ്നേഹത്തിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട്, അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങൾ മറ്റുള്ളവരിലേക്ക് നന്മയായിട്ട് പകർത്തുവാനായിട്ട് പുണ്യവതി ഞങ്ങളെ നീ പ്രചോദിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി നീ മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗത്തിലെ ഈശോദൻ